പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഒരു മിനി ബജറ്റ് പിണറായി വിജയൻ പ്രഖ്യാപിച്ചു. ശരി, ഒരു പത്രസമ്മേളനത്തിലാണ് നടത്തിയത്. അന്ന് അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ആൾക്കാർ വിചാരിച്ചു ഇതൊക്കെ ആളുകൾ അസിമുലേറ്റ് ചെയ്യും, ഇതൊക്കെ ബൈ ചെയ്യുന്നു വിചാരിച്ചു. വലിച്ചെറിയ. അപ്പൊ കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് ഇവര് നടത്തി എന്ന് പറയുന്ന ഒരു കാര്യവും ചേമ്പലയിലെ വെള്ളം നിൽക്കുന്ന പോലെ നിൽക്കുന്നില്ല. അപ്പൊ കേരള ഇക്കോണമിയുടെ ഒരു പ്രധാന ചാലക ശക്തി അഗ്രികൾച്ചർ പ്രൊഡ്യൂസാണ്. അതിന്റെ വില തകർച്ച അതൊരു വിഷയം ഏതെങ്കിലും ലെഫ്റ്റ് ലീഡർ പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഗവൺമെന്റ് പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഇല്ല. ഇപ്പൊ പിണറായി ഇക്കണോമിക്സ് എന്താണെന്നറിയോ? ചരക്ക് കൊടുത്താൽ കടം കിട്ടും. ചരക്ക് കടം, ചരക്ക് കടം, കടം, ചരക്ക് കടം, കടം, വീണ്ടും കടം. കേന്ദ്ര ഗവൺമെന്റ് നെല്ലിന്റെ വില കൂട്ടി. ഇവരെന്താ ചെയ്തെന്നറിയോ? ആ പൈസ അവരെടുത്തു. അതനുസരിച്ച് ഇവിടെ കൂട്ടണ്ടേ? കൊടുത്തില്ല. ടേക്ക് ഇറ്റ് ഫ്രം മീ. മാത്രമല്ല, അടുത്ത കാലത്തൊന്നും സർവേയില് ഈ തുല്യതയൊക്കെ പറഞ്ഞാണ് പല സർവേ റിപ്പോർട്ടുകളും വന്നിരിക്കുന്നത്. അപ്പം ചെറിയ അഡ്ജൊക്കെ യുഡിഎഫിന് പറഞ്ഞൊക്കെ വരുന്നുണ്ട്. അതിനെ എങ്ങനെയാണ് നിങ്ങൾ മറികടക്കാൻ ഉദ്ദേശിക്കുന്നത്? അല്ല, എന്താണ് നിങ്ങളുടെ ആത്മവിശ്വാസത്തിന്റെ ഒരു വാലിഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഞാൻ പാർലമെന്റിലെ വിജയത്തെ വേണമെങ്കിൽ ദേശീയ രാഷ്ട്രീയത്തിന്റെ അക്കൗണ്ടിൽ കുറച്ചൊക്കെ എഴുതാം. അതേപോലെ പഞ്ചായത്ത് അങ്ങനെ എഴുതാൻ പറ്റുന്നതല്ല. ഏതായാലും ഇപ്പോൾ കേരളം വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. അതെ, ഈ തെരഞ്ഞെടുപ്പ് യുഡിഎഫിനെ സംബന്ധിച്ച് നിർണായകമാണ്. കാരണം കഴിഞ്ഞ 10 വർഷമായിട്ട് യുഡിഎഫ് പുറത്തിരിക്കുക. കഴിഞ്ഞ 10 വർഷമായിട്ട് CMBയും ഒരു MLA പോലും ഇല്ലാതിരിക്കുകയാണ്. CMBയെ സംബന്ധിച്ച് നിർണായകമാണെന്ന് ഞാൻ കരുതുന്നു. ഈ തെരഞ്ഞെടുപ്പിനെ താങ്കൾ എങ്ങനെ വിലയിരുത്തുന്നു? ഇതിന്റെ ഒരു ഔട്ട്കം എന്തായിരിക്കും? ഈ വരുന്ന തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് UDFനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്, സംശയമില്ല. കാരണം 10 വർഷം അധികാരത്തിൽ നിന്ന് പുറത്തു നിന്നു. പക്ഷെ ഞാനിപ്പോ ഈ പുതുയുഗ യാത്രയിൽ ആദ്യാവസാനം പങ്കെടുത്ത ഒരാളാണ്. മിക്കവാറും എല്ലാ ജില്ലയിലും 12 ജില്ലയിലും പോയി. പക്ഷെ അവിടെ എല്ലാം കണ്ട് എന്നെ അതിശയിപ്പിച്ചൊരു കാര്യം, 10 വർഷം പുറത്തു നിന്നിട്ടും അതിന്റെ ഒരു ക്ഷീണവും മ്ലാനതയോ ഉത്സാഹക്കുറവും UDFിൽ കണ്ടില്ല എന്ന് മാത്രമല്ല, LDFന്റെ ശക്തി കേന്ദ്രങ്ങൾ എന്ന് കരുതുന്ന പല പ്രദേശങ്ങളുണ്ടല്ലോ. പയ്യന്നൂര്, തളിപ്പറമ്പ്, കോഴിക്കോട് ജില്ലയിൽ വന്നാല് ബാലുശ്ശേരി, അതേപോലെ തന്നെ എലത്തൂര്, വടകര തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങൾ, കുറ്റ്യാടിപ്പേര, അങ്ങനെ ആ പ്രദേശങ്ങളിലൊക്കെ വന്നുകൂടിയ ജനങ്ങളുടെ ഒരു എന്തൂസിയാസം, അവരുടെ ഒരു വിഗർ, അത് UDF നേതാക്കളെ തന്നെ അമ്പരപ്പിച്ചു എന്ന് എനിക്ക് തോന്നുന്നു. എന്നാലും എനിക്ക് അത്ഭുതമാണ് തോന്നിയത്. അവിടെ നിന്ന് ഇങ്ങോട്ട് അവസാനത്തെ ഞാൻ ഓരോന്നായിട്ട് പറയല്ല. ഇപ്പൊ റാന്നിയില് രാത്രിയുള്ള മീറ്റിങ്ങിനായി പോയത്. റാന്നിയൊക്കെ രാത്രി കഴിഞ്ഞ കാട്ടുപ്രദേശമാണെന്ന് പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ആ താങ്കളുടെ വീടൊക്കെ അവിടെ നിന്ന് വളരെ അകലെയല്ല. അവിടെ കണ്ട ആവേശം, ഒരു 8 മണിക്ക് അവിടെ യോഗം തീർക്കണം. ആ തീരുന്ന സമയത്ത് 10,000 ആൾ അവിടെ നിൽക്കുകയാണ്. സാധാരണ ഈ പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗം കഴിഞ്ഞാൽ ആൾക്കാർ പിരിയും. ഇത്തവണ ആൾക്കാർ നിൽക്കുകയാണ്. പിന്നെ നിന്ന് അവരൊക്കെ പോയാലും ഞങ്ങളെ പോലുള്ള ആളുകളും അല്ലാത്ത എല്ലാവരും ഒരു ഉത്സവത്തിനൊക്കെ വന്ന പോലെ വർത്തമാനം പറയുകയും വീണ്ടും വീണ്ടും അവര് നമ്മളെ ഫോട്ടോ എടുക്കുകയും എന്ന് വേണ്ട നിറഞ്ഞ പ്രതീക്ഷയോടുകൂടിയാണ് UDF ഇത്തവണ പോകുന്നത്. മാത്രമല്ല, ഈ കഴിഞ്ഞ 5 വർഷത്തെ തെരഞ്ഞെടുപ്പുകളുടെ ഒരു എന്താ പറയുക, പ്രോഗ്രസ് റിപ്പോർട്ട് ഉണ്ടല്ലോ, പ്രോഗ്രസ് കാർഡ്. അതിലെല്ലാ തലത്തിലും നടന്ന തെരഞ്ഞെടുപ്പുകളിൽ പ്ലസ്സാണ്. തൃക്കാക്കരയിൽ തുടങ്ങുമ്പോൾ ആശങ്കയുണ്ടായിരുന്നു. തൃക്കാക്കരയിൽ വെച്ച് എന്നോട് പലരും പറഞ്ഞു, ഞാൻ 25,000 വോട്ടെന്ന് കൺവെൻഷനിൽ പറഞ്ഞു പോയി. കുറച്ച് ആവേശം കൊണ്ടും പറഞ്ഞതാണ്. പക്ഷെ 25,000 വന്നു. ഞാൻ പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ ആവുമെന്ന് പറഞ്ഞുകൊണ്ട് വിചാരിച്ചിട്ട് പറഞ്ഞതല്ല. പക്ഷെ ആ ട്രെൻഡ് കണ്ടു. അത് കഴിഞ്ഞ് ഇപ്പൊ താങ്കൾക്ക് ഏറ്റവും അടുത്ത് അറിയുന്നതാണല്ലോ പുതുപ്പള്ളി മണ്ഡലം. പുതുപ്പള്ളി മണ്ഡലത്തില് ഉമ്മൻചാണ്ടിക്ക് കിട്ടിയ ഏറ്റവും മാർലിയ മാർജിൻ 33. ദുർബലയായ ഒരു സ്ഥാനാർത്ഥി കൂടിയായിരുന്നു. അതുപോലെ ഉമ്മൻചാണ്ടിക്ക് കിട്ടിയ ഏറ്റവും മികച്ച വോട്ട്, അതിനേക്കാളും എത്രയോ വലിയ 80,000 വോട്ട് എന്ന ആ പോയിന്റിലേക്ക് ചാണ്ടിയുമ്പം വന്നു. 38,000 വോട്ട് മെജോറിറ്റി. അത് ചെറിയ കാര്യമല്ല. ജയം അവിടെ ഉള്ള ഒരു സംശയമില്ലാത്ത കാര്യമായിരുന്നു. അപ്പൊ ഞങ്ങളും മത്സരിച്ചത് ഞങ്ങളോട് തന്നെയാണ്.
എതിർ സ്ഥാനാർത്ഥിയോടല്ല. എന്നാലേ മത്സരം കനക്കുള്ളൂ. അതെ, ഭൂരിപക്ഷം അല്ലാതെ പിന്നെ നമ്മള് പാസ് മാർക്കിന് വേണ്ടി പഠിച്ചിട്ട് കാര്യമില്ല. അത് ആ ഒരു കോൺഫിഡൻസ്, ആ ഒരു ആത്മവിശ്വാസം. അത് കഴിഞ്ഞ് പാലക്കാട് വന്നപ്പോഴും സെയിം. അതെ, അവിടെ ശരി തന്നെ. അതായത് ഈ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെയും മികച്ച പ്രകടനം കാഴ്ചവെക്കാനായിട്ട് പാർലമെന്റില്. പക്ഷേ ഉപതെരഞ്ഞെടുപ്പ് പോലെ അല്ല പൊതുതെരഞ്ഞെടുപ്പ്. അതേസമയം തന്നെ ഞാൻ പറയുന്നു, കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ മെയിൻ അതാണ് നല്ല ഒരു മുന്നേറ്റം യു ഡി എഫിനുണ്ടായി. അത് നൽകിയ ആത്മവിശ്വാസവും വലുതാണ്. പക്ഷെ ഇതിന്റെ ഒരു മറുഭാഗം ഞാൻ ചോദിക്കട്ടെ. ഇപ്പൊ കഴിഞ്ഞ തവണത്തെ ഈ തെരഞ്ഞെടുപ്പ് വെച്ചിട്ടുള്ള നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് ഒരു മാപ്പിംഗ് നടത്തിയപ്പോൾ 85 സീറ്റിന്റെ ഭൂരിപക്ഷം യു ഡി എഫിന് കിട്ടുമെന്നും വന്നു. പക്ഷെ അത് തന്നെ നൽകുന്ന താങ്കൾക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്, ഇതിന്റെ ഒരു മുന്നേറ്റം വന്നിരിക്കുന്നത് പ്രധാനമായിട്ട് മുസ്ലിം ഏരിയയിലും ക്രിസ്ത്യൻ ഏരിയയിലുമാണ്. അപ്പോ അത് മുസ്ലിം ഏരിയയിൽ വന്നിരിക്കുന്ന അതിനെക്കുറിച്ച് ആ തർക്കമില്ല. ഇനിയിപ്പോ ഇവിടെ എന്തെല്ലാം ഉണ്ടായാലും, എന്തെല്ലാം കീഴ്മേൽ നിറഞ്ഞാലും, എന്ത് രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറി മറിഞ്ഞാലും മുസ്ലിം വോട്ടിന്റെ കൺസോൾട്ടേഷൻ അടുത്ത തെരഞ്ഞെടുപ്പിൽ അങ്ങനെ തന്നെ നിൽക്കും. ആർക്കും ഒരു തർക്കമില്ല. അതിന്റെ ഏറ്റവും വലിയ സാക്ഷ്യപത്രം എന്ന് പറയുന്നത് CPM തന്നെ അത് മനസ്സിലാക്കിക്കൊണ്ട് അവർ ചൂടുമാറ്റം നടത്തിയിരിക്കുന്നു. പക്ഷേ ഇതിന് എന്തെങ്കിലും ഒരു റിപ്പർക്കഷൻ ഉണ്ടാകുമോ? ഹിന്ദു വോട്ടുകളുടെ ഒരു ഇത് എന്നത് ഉണ്ടാകുന്നത് വഴി നിങ്ങൾ പ്രതീക്ഷിക്കുന്ന തരത്തിലേക്കുള്ള ഒരു വിജയം തടസ്സമായി നിൽക്കുന്നു. നമ്പർ 1. നമ്പർ 2, ഈ അടുത്ത കാലത്തായിട്ട് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലെ പരാജയത്തിന് ശേഷം CPM നിങ്ങൾക്കറിയാവുന്നതുപോലെ അങ്ങേറ്റത്തെ ശ്രമങ്ങൾ എല്ലാ വഴിക്കും, ഒരു കല്ലുപോലും തിരിയാതെ നോ സ്റ്റോൺ അൺടേൺഡ് പറഞ്ഞ പോലെയാണ് അവര് എല്ലാ വിഭാഗം ആൾക്കാരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് നമുക്ക് അടുത്ത് കഴിഞ്ഞ ബജറ്റ് വന്നപ്പോ അറിയാം, ക്ഷേമ സൗജന്യങ്ങളൊക്കെ വാരി വിതറുക ശ്രമിക്കുന്നുണ്ട്. അതെ, അടുത്ത സർക്കാരിന് തലയിലേക്ക് വരുന്നുള്ള വേറെ കാര്യം. പക്ഷെ അതെല്ലാം പ്രഖ്യാപിച്ചുകൊണ്ടും ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ടും കഴിഞ്ഞ 5 വർഷമായി ചെയ്യാത്ത എല്ലാ കാര്യങ്ങളും അവസാനം ചെയ്യുന്നുണ്ട് CPM. ഇതൊക്കെയും മാത്രമല്ല, അടുത്ത കാലത്തൊന്നും സർവേയില് ഈ തുല്യതയൊക്കെ പറഞ്ഞാണ് പല സർവേ റിപ്പോർട്ടുകളും വന്നിരിക്കുന്നത്. അപ്പം ചെറിയ അഡ്ജൊക്കെ UDF പറഞ്ഞൊക്കെ വരുന്നുണ്ട്. അതിനെ എങ്ങനെയാണ് നിങ്ങൾ മറികടക്കാൻ ഉദ്ദേശിക്കുന്നത്? അല്ല, എന്താണ് നിങ്ങളുടെ ആത്മവിശ്വാസത്തിന്റെ ഒരു വാലിഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഞാൻ പാർലമെന്റിലെ വിജയത്തെ വേണമെങ്കിൽ ദേശീയ രാഷ്ട്രീയത്തിന്റെ അക്കൗണ്ടിൽ കുറച്ചൊക്കെ എഴുതാം. അതേപോലെ പഞ്ചായത്ത് അങ്ങനെ എഴുതാൻ പറ്റുന്നതല്ല. ഇല്ല. അപ്പൊ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ നമ്മള് സൂക്ഷ്മമായിട്ട് വിശകലനം ചെയ്യണം. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പാണ് 2000 പെൻഷൻ പറഞ്ഞത്. അത് ജോൺ മനസ്സിലാക്കണം. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഒരു മിനി ബജറ്റ് പിണറായി വിജയൻ പ്രഖ്യാപിച്ചു. ശരി, ഒരു പത്രസമ്മേളനത്തിലാണ് നടത്തിയത്. അന്ന് അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ആൾക്കാർ വിചാരിച്ചു ഇതൊക്കെ ആളുകൾ അസിമുലേറ്റ് ചെയ്യും, ഇതൊക്കെ ബൈ ചെയ്യുന്ന വിചാരിച്ചു. വലിച്ചെറിയ. അപ്പൊ കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് ഇവര് നടത്തി എന്ന് പറയുന്ന ഒരു കാര്യവും ചേമ്പലയിലെ വെള്ളം നിൽക്കുന്ന പോലെ നിൽക്കുന്നില്ല. അത് അവരുടെ വിശ്വാസമില്ലായ്മയാണ്. അവരുടെ വിശ്വാസമില്ലാതെ ഇവര് 5 വർഷത്തെ ഗവൺമെന്റ് അല്ല, ആദ്യമായിട്ട് ഒരു 10 വർഷത്തെ ഗവൺമെന്റ് വരുന്നത്. സാധാരണ പറയല് മുൻകാല ഗവൺമെന്റ്, മുൻകാല ഗവൺമെന്റ് 9 വർഷം കഴിഞ്ഞു ഇവര് പറയുമ്പോ. അപ്പൊ ഈ 9 വർഷം പൊളിച്ച ഒരു ഗവൺമെന്റ് ഇനി 11ാം വർഷം ശരിയാവുന്ന പറഞ്ഞത്. അത്ര മണ്ടന്മാരല്ല കേരളത്തിലുള്ളവര്. മാത്രമല്ല, 2 തരത്തിലുള്ള ഡിസ്ട്രസ് കേരളത്തിലുണ്ട്. ഇപ്പൊ താങ്കൾ അതിനെ റിലിജ്യന്റെ അടിസ്ഥാനത്തിൽ കാണുന്നത് ഒരു ആക്സിസ് ആണ്, നമ്മുടെ സോഷ്യൽ ആക്സിസ്. ഞാൻ അതിന്റെ പൊളിറ്റിക്കൽ ക്ലാസ് ആക്സിസ് ഉണ്ടല്ലോ, ക്ലാസ് ആക്സിസ് ഉണ്ട്, പൊളിറ്റിക്കൽ ആക്സിസ് ഉണ്ട്, വേണമെങ്കിൽ ഒരു ട്രിപ്പിൾ ആക്സിസ് ആക്സസ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇതിലുണ്ടായിട്ടുള്ള ഡിസ്ട്രസ് എന്ന് പറയുന്ന ഒരു കാര്യത്തെ ഇതുവരെ മാധ്യമങ്ങളും വേണ്ടത്ര അഡ്രസ് ചെയ്തിട്ടില്ല. കേരളത്തിൽ ത്രൂ ഔട്ട് ദ സ്റ്റേറ്റ് അതിഭയങ്കരമായ അഗ്രേറിയൻ ഡിസ്ട്രസ് ആണ്. അതാരും ഇതുവരെ അഗ്രേറിയൻ ഡിസ്ട്രസ് എന്ന് പറഞ്ഞാൽ കൃഷിക്കാരുടെ ഇടയിലെ കാർഷിക മേഖലയുടെ സമ്പൂർണമായ ത്രിമാന തകർച്ച, 3 ഡൈമെൻഷണൽ ആയിട്ടുള്ള ഡികൺസ്ട്രക്ഷൻ ആണ് ഉണ്ടായിട്ടുള്ളത്. വേണ്ട പോലെ ഒന്നല്ല, അതിനെ വെറുതെ വിട്ടിരിക്കുകയാണ്. 3 കാര്യങ്ങളാണ്. ഒന്ന്, കാർഷിക വിലകളുടെ തകർച്ച. അത് ഇവര് കാരണമാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അതിനെ അഡ്രസ് ചെയ്തില്ല. മാണിസാർ 150 എന്ന് പറയുമ്പോ അന്ന് 170 ഉള്ളൂ. ഇപ്പൊ കൂടിയോ കുറഞ്ഞോ അതൊന്നും അവർ ദേ ആർ ലീസ്റ്റ് ബോതേർഡ്. നമ്മള് സാധാരണ ഞാൻ പറയാറുണ്ട്, ഈ റബ്ബറിന്റെ വിലയും പ്രൈവറ്റ് ബസ്സിലെ ടിക്കറ്റിന്റെ കളക്ഷൻ അടക്കം ബന്ധമുണ്ട്. സിനിമാ തിയേറ്ററിലെ കളക്ഷൻ
മെഡിക്കൽ ഷോപ്പിലെ കച്ചവടം. മലയോര മേഖലയില് അത് ഈ ഒരു കിഴക്കെന്ന് പറഞ്ഞ വലിയൊരു പ്രദേശമുണ്ട്. ഈ കിഴക്കൻ ബെൽറ്റിലെ അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് ആണ് പടിഞ്ഞാറൻ മാർക്കറ്റുകളിൽ വിൽക്കുന്നത്. ഇപ്പൊ വടകര പട്ടണത്തിലുണ്ടായ കൊപ്രയല്ല വിൽക്കുന്നത്, കുറ്റ്യാടിയിൽ നിന്ന് കൊണ്ടുവരുന്നത്. നിങ്ങൾ മുണ്ടക്കയത്ത് നിന്ന് വരുന്ന റബ്ബറും അവിടുന്ന് വരുന്ന റബ്ബറാണ് ലണ്ടൻ മാർക്കറ്റിന്റെ തുല്യത്തിൽ കോട്ടയം വില എന്ന് പറയുന്നത്. അപ്പൊ കേരളത്തിന്റെ മാർക്കറ്റുകളൊക്കെ നമ്മൾ കാണുന്ന ഈ ഷോറൂംസ് അല്ല, അഗ്രികൾച്ചർ പ്രൊഡ്യൂസിന്റെ സെയിലാണ്. എന്നിട്ട് വേണം അവർക്ക് തുണി വാങ്ങിക്കാൻ പോകാൻ. അപ്പൊ കേരള ഇക്കോണമിയുടെ ഒരു പ്രധാന ചാലക ശക്തി അഗ്രികൾച്ചർ പ്രൊഡ്യൂസാണ്. അതിന്റെ വില തകർച്ച അതൊരു വിഷയം ഏതെങ്കിലും ലെഫ്റ്റ് ലീഡർ പറയുന്ന കേട്ടിട്ടുണ്ടോ? ഗവൺമെന്റ് പറയുന്ന കേട്ടിട്ടുണ്ടോ? ഇല്ല. കമ്മിങ് ടു ദ പാഡി ഫീൽഡ്. പാഡി എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന്റെ ഒരു സ്ഥലമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചിഹ്നം അരിവാൾ നെൽക്കതിരുവാണ്. പിന്നെയാണ് CPM ഉണ്ടായത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നത് അരിവാൾ നെൽക്കതിരിലാണ് അല്ലെ. നമ്മൾ കൊയ്യും വയലെല്ലാം വയലാണ്. നെൽകൃഷിയുള്ള സ്ഥലങ്ങൾ കൂടുതൽ ലെഫ്റ്റ് സ്ട്രോങ് ആണ് ഇപ്പോഴും കേരളത്തിൽ. നെൽകൃഷിയുള്ള സ്ഥലങ്ങളിലാണ് കൂടുതൽ ദളിത് സാന്നിധ്യമുള്ളത്. അല്ലെങ്കിൽ ദളിത് സാന്നിധ്യമുള്ള സ്ഥലത്താണ് നെൽകൃഷിയുള്ളത്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പഠനമുണ്ട്. അപ്പോ ഈ നെൽകർഷകരോട് ഒരു ഗവൺമെന്റ് ചെയ്ത പണി എന്താ? ഒരു ഷീറ്റ് വളരെ ബുദ്ധിപൂർവ്വമാണ് റെസിപ്റ്റ് എന്ന് ഉപയോഗിക്കാനുള്ളത്. പാഡി റെസിപ്റ്റ് എന്നല്ല, പാഡി റെസിപ്റ്റ് ഷീറ്റ്. അതിലത്തെ നൗൺ ഷീറ്റാ, ബാക്കിയൊക്കെ അഡ്ജക്റ്റീവാ. എന്തിന്റെ വ്യത്യാസം? എന്റെ വ്യത്യാസം ഇതിന് യാതൊരു വാല്യൂ ഇല്ല. റെസിപ്റ്റ് എന്ന് പറഞ്ഞാൽ കിട്ടുന്ന വാല്യൂ, ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഇല്ല. ഇത് എവിടെയും കൊണ്ട് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ബോധപൂർവം കൊടുത്തതാണ്. എന്നിട്ടോ കാർൽ മാർക്സ്, ഞാൻ സാമാന്യമായി മാർക്സും ഡാസ് ക്യാപിറ്റലൊക്കെ വായിച്ച ഒരാളാണ്, എഴുതുകയും ചെയ്യുന്നുണ്ട്. ഒരു ചരക്ക് മാർക്സിന്റേതാണ്. ചരക്ക് പണം, ചരക്ക് പണം, ചരക്ക് പണം, CMC MCM, ഇങ്ങനെയാണ് എന്റെ ഫോർമുല. ഇപ്പൊ പിണറായി ഇക്കണോമിക്സ് എന്താണെന്നറിയോ? ചരക്ക് കൊടുത്താൽ കടം കിട്ടും. ചരക്ക് കടം, ചരക്ക് കടം, കടം, ചരക്ക് കടം, കടം, വീണ്ടും കടം. ഇത് ആര് പഠിപ്പിച്ചു കൊടുത്തവരെ? ഒരു മനുഷ്യൻ, ഒരു കർഷകൻ അവന്റെ പാടത്ത് നിന്ന് ഞാനൊക്കെ നെൽകൃഷി ചെയ്ത ഒരാളാണ്. നേരിട്ട് ഉൽപ്പാദിപ്പിച്ച ചരക്ക് കൊണ്ട് കൊടുക്കുമ്പോ അയാൾക്ക് കിട്ടുന്ന എന്തറിയോ? കടം. ഈ ഷീറ്റ് ഉണ്ട്, അത് അയാൾ തന്നെ കടം എടുക്കുക. എന്നിട്ട് അയാളുടെ കടം കടം പറയുക, അയാൾ വീണ്ടും കടം എടുക്കുക. അയാള് ബാങ്കിൽ നിന്ന് കടം എടുക്കുക. എന്നിട്ട് ഇയാളുടെ സിബിൽ സ്കോർ എന്നൊക്കെ പറയില്ലേ, അതൊക്കെ പൊളിയുക. എല്ലാം കഴിഞ്ഞ് ആത്മഹത്യ ചെയ്യണം. അതും വേറെ ഭാഗം. ഞാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. ഞാൻ പാലക്കാട് ഒരു കർഷകന്റെ വീട്ടിൽ, മരിച്ചൊരാളുടെ വീട്ടിൽ ചെന്നപ്പോ അയാൾ ഈ നെല്ലിന്റെ ഈർപ്പം കുറയ്ക്കാൻ വേണ്ടി ഒരു വലിയ ഫാൻ കൊടുന്ന് വെച്ചു. പാവം പിടിച്ച മനുഷ്യനാണ്. ഈ ഫാൻ ഈ പ്ലഗില് കുത്താനാണെങ്കിൽ ഷോക്ക് അടിച്ച് മരിച്ചു. 2 പേര് മരിച്ചു ഫാനിൽ ഷോക്ക് അടിച്ചിട്ട്. ആലോചിച്ച് നോക്കണം. ഈ ഗവൺമെന്റിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കേന്ദ്ര ഗവൺമെന്റ് നെല്ലിന്റെ വില കൂട്ടി. ഇവരെന്താ ചെയ്തെന്നറിയോ? ആ പൈസ അവരെടുത്തു. അതനുസരിച്ച് ഇവിടെ കൂട്ടണ്ടേ? കൊടുത്തില്ല. ടേക്ക് ഇറ്റ് ഫ്രം മീ. അത് കഴിഞ്ഞു. അപ്പൊ വിലയുടെ കാര്യം പറഞ്ഞല്ലോ. രണ്ടാമത്തത് കാട്ടുമൃഗങ്ങൾ. പാടത്ത് കാട്ടുമൃഗങ്ങൾ ഇറങ്ങുക. അപ്പൊ ഞാൻ വയനാട്ടിൽ ചെന്നപ്പോൾ ഈ പാടത്ത് എന്തായി പന്നിക്ക് കാര്യം? പന്നി വന്ന് ചേനയോ ചേമ്പൊക്കെ ചെയ്യുന്നുണ്ട്. സാറേ, പാടത്ത് ഈ വരമ്പിന്റെ അകത്ത് ഈ ഞാഞ്ഞൂളുകളില്ലേ, അത് ഈ പന്നിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇവൻ വന്നിട്ട് എന്താണ് ചെയ്യുന്നത്? കൂട്ടത്തോടെ വന്ന് ഈ വരമ്പ ഇടിക്കുക. വരമ്പിടിച്ച പാടത്തെ വെള്ളമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടായില്ലേ? വരമ്പിടിക്കാൻ വളരെ ഈസിയാണല്ലോ, ചളിയല്ലേ? എന്ന് പറഞ്ഞാൽ പാടത്ത് കൃഷി ചെയ്യാൻ നിവർത്തിയില്ല വയനാട്ടിൽ. വയൽ നാടാണല്ലോ. നിങ്ങളുടെ നാട്ടിലും മുണ്ടക്കയം പോലുള്ള പ്രദേശങ്ങളിലൊക്കെ കൃഷി നിർത്തിയ ആളുകള്. ഇവിടെ ഒരുപാട് ഈ റൂട്ട്സ് ഉണ്ടല്ലോ കേരളത്തില്. നമ്മുടെ കേരളത്തിന്റെ ഈ റൂട്ട് എന്താ പറയാ, കനികൾ എന്ന് പറയുന്നത് മണ്ണിനടിയിൽ വളരുന്നത്. മരച്ചീനി, ഒരുപാട് ചേമ്പ്, ചേന, അങ്ങനത്തെ. അത് വലിയൊരു വോള്യമാണത്. നമ്മളെ അഗ്രികൾച്ചറിലെ വലിയൊരു വോള്യമാണത്. പിന്നെ ഏതൊരു വീട്ടമ്മയ്ക്കും ചെയ്യാം. ഇവിടെ സിമ്പിളാണ്, പറിക്കുക, വയ്ക്കുക, അങ്ങനെയൊക്കെ. ഇത് മുഴുവൻ നിന്നു. അപ്പൊ കാട്ടുമൃഗങ്ങൾ കൃഷിയെ നശിപ്പിച്ചു.
കൃഷിക്കാരനെ കൊന്നു. വല്ല പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നവും ഇല്ല. അതൊക്കെ ഓരോ സംഭവങ്ങളായിട്ട് അൺടുവേർഡ് ഇൻസിഡന്റ്. ഇതിന്റെ രണ്ടിന്റെയും ഫലമായിട്ട് ജോൺ മനസ്സിലാക്കേണ്ടത്, കേരളത്തിൽ, നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്ന ഈ കേരളത്തിൽ ആദ്യമായി സ്ഥലത്തിന്റെ വില 4-1 കുറഞ്ഞു. നോട്ട് ചെയ്തിട്ടുണ്ടോ? ഇത് ആരെങ്കിലും ഡിസ്കസ് ചെയ്യുന്നുണ്ടോ? അപ്പൊ എന്താ സംഭവിച്ചത്? ഈ കൃഷിയും സഹകരണവും ബാങ്കിങ്ങും ഒക്കെ വളരെ ബന്ധപ്പെട്ടതാണ്. ഈ ഭൂമിയെല്ലാം ബാങ്കിലിരിക്കുക, പിള്ളേർക്ക് പഠിക്കാനും അസുഖം വന്നപ്പോഴും പ്രത്യേകിച്ചും വിദ്യാഭ്യാസ ലോൺ ഒക്കെ ആയിട്ട് സ്ഥലം ആധാരം പണയം വെച്ചിരിക്കുക. ഈ ആധാരം തിരിച്ചെടുക്കാൻ പറ്റുന്നില്ല, വിലക്കുറവ് കൊണ്ടും കാട്ടുപോറ ശല്യം കൊണ്ടും. ബാങ്കുകളോ ഇത് വിൽക്കാനും പറ്റണില്ല. അപ്പൊ ഏതായാലും ഒറ്റ വാക്കിൽ പറഞ്ഞാൽ കേരളം ഇപ്പൊ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തോൽക്കാനുള്ള പ്രധാന കാരണം അതിഭയങ്കരമായ അഗ്രേറിയൻ ഡിസ്ട്രസ് ആണ്. അത് കണ്ടിന്യൂ ചെയ്യാണ്. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് കേരളത്തിൽ ഭരിക്കുന്നത്, ഉണ്ടല്ലോ, ഒന്നല്ല 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഈ 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കൂടിയിട്ട് ഈ അഗ്രേറിയൻ ഡിസ്ട്രസ് ഡിസ്കസ് ചെയ്യുന്ന പോലും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മള് മുസ്ലിം ഏരിയ, ഹിന്ദു ഏരിയ, ക്രിസ്ത്യൻ, ഇതെല്ലാവർക്കും ഒരുപോലെ ബാധകമായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഇതിന്റെയൊക്കെ ഫലമായിട്ട് അൺഎംപ്ലോയ്മെന്റ് കൂടി. പിന്നെ വിദേശ രാജ്യങ്ങളിലേക്കുള്ള നമ്മുടെ ഓസ്മോസിസ് ഇച്ചിരി റിവേഴ്സ് ചെയ്തു. അത് രാജീവ് പറയുന്നത് റിവേഴ്സ് മൈഗ്രേഷൻ തുടങ്ങിയത് നെഗറ്റീവ് മൈഗ്രേഷനാ, അല്ലാതെ രാജീവിനെ സംബന്ധിച്ച പോസിറ്റീവ് അല്ലാതെ വികസനം കണ്ട് ആൾക്കാർ വരികയല്ല, വരുമാനം കണ്ട് ശമ്പളം കണ്ട് ഇങ്ങോട്ട് വരുന്നു എന്നുള്ളതാണ് നേരെ തിരിച്ചാണ്. രാജീവിന്റെ വ്യാഖ്യാനം നേരെ തിരിച്ചാണ്. ഇവിടെ ഏത് മേഖലയിലാണ് ശമ്പളം കൂടിയത്? തൊഴിൽ മേഖലയിലേക്ക് വരാം. ഏത് സെക്ടറിലാണ് ശമ്പളം കൂടിയത്?